ഹായ് ഓൾ, ഡോക്ടർ മെക്കാനിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേതെന്ന് പറഞ്ഞാൽ ഒരു പാർട്ട് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ റിപ്പയർ വീഡിയോ ആണ്. Hyundai i20 പെട്രോളിൻ്റെ എയർ ഫിൽറ്റർ ബോക്സ് അല്ലെങ്കിൽ അസംബ്ലി മൊത്തമായിട്ട് നമുക്കെങ്ങനെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ എയർ ഫിൽറ്റർ ബോക്സ് അസംബ്ലിയുടെ ഒരു പാർട്ട് എനിക്ക് ഡാമേജ് വന്നിരുന്നു. ഈ പാർട്ടാണ് ഡാമേജ് വന്നത്. അതിൻ്റെ അടിഭാഗത്തായിട്ട് വരുന്ന ഡസ്റ്റ് കളക്ടർ ട്രേ ആണ്. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ അത്ര പെട്ടെന്ന് ഡാമേജ് വരുന്നതല്ല എയർ ഫിൽറ്റർ ബോക്സ് അസംബ്ലി ഒന്നും. കാരണം ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ആർ സപ്പോസ് ടു ബി ലാസ്റ്റ് ഫോർ എ ലൈഫ് ടൈം ആണ്. എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യും, ക്ലീൻ ചെയ്യുന്നൊക്കെ വീഡിയോസ് ഒത്തിരി നമുക്ക് കിട്ടും. പക്ഷേ എയർ ഫിൽറ്റർ ബോക്സ് അങ്ങനെ റീപ്ലേസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ വണ്ടിയിൽ ഇത് ഡാമേജ് വന്നതെന്ന് പറഞ്ഞാൽ വണ്ടി ചെറിയ രീതിയിൽ ഒരു ഓഫ് റോഡ് പോയ സമയത്ത് ഒരു കുഴിയിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ റിക്കവർ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കമ്പി നീണ്ടു നിൽപ്പുണ്ടായിരുന്നു. അത് കുത്തിക്കൊണ്ടിട്ടാണ് ഇതിൻ്റെ ക്ലിപ്പൊക്കെ ഒടിഞ്ഞു പോയത്. അപ്പോൾ ഞാനിത് മൊത്തമായിട്ട് ബോഡ്മോയിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തി. അപ്പോൾ നമുക്കിതെങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ട ടൂൾസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ടൂൾസ് മതി. ഫസ്റ്റ് ഒരു 10-ൻ്റെ ടീ സ്പാനർ വേണം. പിന്നെ ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ, സൈസ് ഏതായാലും കുഴപ്പമില്ല, സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ. പിന്നെ വേണ്ടത് ഒരു ഫ്ലാറ്റ്, അത് ഓപ്ഷണലാണ്. പിന്നെ വേണ്ടത് ക്ലീൻ ഒരു ക്ലോത്ത് വേണം. കാരണം നമ്മൾ എയർ ഇൻടേക്ക്, എഞ്ചിനിലേക്ക് എയർ ഇൻടേക്കിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ കണക്ഷൻ പിടിക്കുന്നത്. അപ്പോൾ എയർ ഇൻടേക്ക് നമുക്ക് സേഫായിട്ട് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതാണ് ഞാൻ ബോഡ്മോയിൽ നിന്ന് ഓർഡർ എത്തിയ സാധനം. അപ്പം ഇതിൻ്റെ വിലയും ഇതിൻ്റെ പാർട്ട് നമ്പറും എല്ലാം ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ Hyundai i20 പെട്രോളിൻ്റെ എയർ ഫിൽറ്റർ ബോക്സ്. ഇൻടേക്ക് വരുന്ന ഈ ഭാഗത്താണ്. അതിൻ്റെ കണക്ഷൻ ഇവിടെ വരും. അത് കൂടാതെ നമുക്ക് ഡാമേജ് വന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ട്രേ ആണ്. അപ്പോൾ ഈ ട്രേ മാത്രമായിട്ട് വേണമെങ്കിൽ മാറ്റാം നമുക്ക്. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലിപ്പ്, മോൾ ഭാഗത്ത് കണക്ട് ചെയ്യുന്ന ക്ലിപ്പിനും ഡാമേജ് വന്നിട്ടുണ്ട്, അത് പൊട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മൊത്തമായിട്ട് മാറ്റണം. അപ്പോൾ ഇതിൻ്റെ എയർ ഫിൽറ്റർ ഈ ഭാഗത്തായിട്ട് വരും. ഇതിൻ്റെ മുകളിൽ ഒരു കവറിങ് ഒക്കെ ഉണ്ട്. വരും, നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ആ കവറിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ടാണ് അസംബ്ലി മൊത്തമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന 3 പോയിൻറ്റ്സിൽ മാത്രമേ ഉള്ളൂ. കൂടാതെ ആ എയർ ഇൻടേക്ക് എടുക്കുന്ന നമ്മുടെ 2 പുഷ് സ്ക്രൂസും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന് നമ്മൾ ഏകദേശം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഇപ്പോൾ ഒരു പൈപ്പ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ കാണുന്ന പൈപ്പ്, ഈ പൈപ്പാണ് ഇതിൻ്റെ ഇൻടേക്ക് വരുന്ന സ്ഥലം. അതിൻ്റെ അവിടെയാണ് ഡസ്റ്റ് കളക്ടർ ട്രേ വരുന്നത്. എനിക്ക് തോന്നുന്നത് അതൊരു അക്സസറി എയർ ഇൻടേക്കിൻ്റെ ഭാഗമായിട്ട് വരുമെന്ന് തോന്നുന്നു. അതിന് നല്ല മെയിൻ എയർ ഇൻടേക്ക് വരുന്നത് ഈ കണക്ടറിലൂടെ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഈ 3 നട്ട്, അതാണ്ട് സൈസാണ് 10 എന്ന് പറഞ്ഞത്, അത് ആദ്യം നമുക്ക് ലൂസൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ട്രേയുടെ ബാക്കി ഭാഗങ്ങളും കൂടെ അഴിച്ചെടുക്കണം. അപ്പോൾ ഈ അസംബ്ലിയുടെ കൂടെ ഇതിൻ്റെ ബുഷും അതിൻ്റെ ഒരു സ്ലീവും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ നട്ടും ബോൾട്ടും അതിൻ്റെ കൂടെ കിട്ടുന്നില്ല. അപ്പോൾ അത് നമ്മൾ പഴയ തന്നെ റീയൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമുക്ക് എയർ ഫിൽറ്റർ റിമൂവ് ചെയ്യാം. ഇതിന് 2 ക്ലിപ്പാണ് വരുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് ഈ ബോക്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ വാഷറൊന്നും പോകാതെ സൂക്ഷിക്കുക. ഇത് എൻ്റെ എയർ ഫിൽറ്റർ ഓൾമോസ്റ്റ് റീപ്ലേസ് ചെയ്യാറായി, 10,000 കിലോമീറ്റേഴ്സ് ആയി. ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് അറിയാം, ഇതിൻ്റെ അകത്ത് മൊത്തം ഡസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് സേഫായിട്ട് ഒരു സ്ഥലത്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് എൻജിനിലേക്ക് കണക്ഷൻ വരുന്ന ഈ ഭാഗം, അതായത് എൻജിനിലേക്ക് എയർ കൊടുക്കുന്ന ഈ ഭാഗം, ഇതിൻ്റെ 2 ഭാഗത്ത് കണക്ഷൻ ഉണ്ട്. എൻജിനുമായിട്ട് കണക്ഷൻ ഉണ്ട്, ഈ ബോക്സുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സേഫ് സൈഡിൽ ഈ ബോക്സുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് നീക്കാം. അതുപോലെ സിമ്പിളാണ്, ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ച് നമുക്ക് റിമൂവ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഇത് ഒരു റിവേഴ്സ് ടൈറ്റനിങ് സ്ക്രൂ ആണ്. അപ്പോൾ അതിൻ്റെ വാഷർ കളഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ നട്ടും ആ വാഷറും. ഇനി നമുക്ക് ഇതുമായിട്ടുള്ള കണക്ഷൻ വിടിയിക്കാം. അതാ പോയി. കുഴപ്പമില്ല, എൻ്റെ വണ്ടിയുടെ അടിയിൽ ആ ട്രേ റിമൂവ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഇത് വീണ് കഴിഞ്ഞാൽ നേരെ താഴേക്കേ പോവുകയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് രണ്ടാമത് ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ പോർഷൻ, ഇതിലൂടെയാണ് എയർ ഇൻടേക്ക് എഞ്ചിനിലേക്ക് ഡയറക്റ്റ് പോകുന്നത്. ഇതിനിടയ്ക്ക് വേറെ ഫിൽറ്ററോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിൻ്റെ അകത്ത് എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ, എയർ ഫിൽറ്ററിൻ്റെ ഈ ഭാഗം അഴിക്കുകയാണെങ്കിൽ ആദ്യമേ ഇതിൻ്റെ പോർഷൻ, ഓപ്പൺ ആയിട്ടുള്ള പോർഷൻ നമ്മൾ എന്തെങ്കിലും ക്ലീൻ ആയിട്ടുള്ള ക്ലോത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഒന്ന് പ്ലഗ് ചെയ്ത് വെക്കണം. കാരണം ഇതിൻ്റെ അകത്തോടെ എന്തെങ്കിലും കരട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരെ ഡയറക്റ്റ് എഞ്ചിൻ്റെ അകത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു ക്ലീൻ ക്ലോത്ത് വെച്ച് ഒന്ന് പ്ലഗ് ചെയ്ത് വെക്കാം. എന്നിട്ട് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം.
അപ്പം നമുക്ക് കളഞ്ഞു പോയ ഇത് കിട്ടിയിട്ടുണ്ട്, സ്ക്രൂവും അതിന് ബോൾട്ടും. അപ്പോൾ നമുക്ക് ഇനി ഇത് പോകാതിരിക്കാനായിട്ട് നമുക്ക് ഈ ക്ലിപ്പിലേക്ക് തന്നെ അതൊന്ന് ബോൾട്ട് ചെയ്ത് വെച്ചേക്കാം. ഇതിൻ്റെ അകത്ത് സൈസ് 10 ഹെക്സ് ബോൾട്ടാണ് വരുന്നത്. അത് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അപ്പം നമ്മൾ ഈ 3 ഭാഗത്തുള്ള ഹെക്സ് ബോൾട്ട് ലൂസൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 സ്ക്രൂവും കൂടെ അൺസ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ അസംബ്ലി മൊത്തമായിട്ട് നമുക്ക് ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. കണക്ഷൻസ് എല്ലാം നമ്മൾ വിടിയിച്ചിട്ടുണ്ട്. ഇനി ആ ഇൻടേക്ക് പൈപ്പിൻ്റെ ആ പോർഷൻ ഒന്ന് വളച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അസംബ്ലി മൊത്തമായിട്ട് ലിഫ്റ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് വരുന്ന ഈ ട്രേ ആണ് നമുക്ക് നഷ്ടം വന്നത്, ഡാമേജായി പോയത്. അത് മാത്രമല്ല ഈ പോർഷൻ, ഇതെന്ന് എനിക്ക് തോന്നുന്നു ഇതൊരു ക്ലോത്ത് പോലത്തെ മെറ്റീരിയലാണ്, ഡസ്റ്റ് ട്രാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിന് പുറത്തുള്ളൊരു പ്ലാസ്റ്റിക് ഒരു പോളിത്തീൻ കവറിങ് ഉണ്ടായിരുന്നു, അതിനും ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം കയറാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിൻ്റെ അകത്ത് ഈ ട്രേ ഇവിടെയാണ് നമ്മൾ വെച്ചിരുന്നത്. ട്രേ കണക്ട് ചെയ്യുന്ന ട്രേയുടെ ക്ലിപ്പും പൊട്ടിയിട്ടുണ്ട്, അതുപോലെ മോൾ ഭാഗത്തെ ക്ലിപ്പും നമുക്ക് പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് മൊത്തമായിട്ട് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വന്നത്. സാധാരണഗതിയിൽ മാക്സിമം ഒരു വണ്ടിയുടെ ലൈഫ് ടൈമിൽ റീപ്ലേസ് ചെയ്യുന്ന പറഞ്ഞാൽ എയർ ഫിൽറ്റർ ഒന്ന് റീപ്ലേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്റർ മൊത്തമായിട്ട് മാറേണ്ട, അസംബ്ലി മൊത്തമായിട്ട് ഈ എടുത്ത് കളഞ്ഞിട്ട് വേറെ അസംബ്ലി വെക്കുകയുള്ളൂ. ഇതിൻ്റെ താഴെ ഒരു വാൽവുണ്ട്, സിംഗിൾ വേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എയർ ഇൻടേക്ക് വരുന്നത് ഓപ്പണിങ് ഇതാണ്. അപ്പോൾ എപ്പോഴും വെള്ളത്തിൽ കൂടെ എങ്ങാനും ഓടിക്കേണ്ട ഘട്ടം വരികയാണെങ്കിൽ എപ്പോഴും ഈ ഹെഡ്ലൈറ്റിൻ്റെ മാക്സിമം ഇതിൻ്റെ താഴെ നിൽക്കുന്ന രീതിയിൽ ഓടിക്കാൻ നോക്കുക. അങ്ങനെ ചെയ്താൽ മാക്സിമം എഞ്ചിൻ്റെ അകത്ത് വെള്ളം കയറാനുള്ള സാധ്യത കുറവാണ്. ഇനി നമുക്ക് ഈ സാധനം നേരെ ഇതിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന ഗ്യാപ്പിലേക്ക് ജസ്റ്റ് സ്ലൈഡിങ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളെടുത്ത രീതിയിൽ തന്നെ ജസ്റ്റ് വെക്കുക. എയർ ഇൻടേക്കിൻ്റെ ആ ഭാഗം കറക്റ്റ് ഹോൾസൊക്കെ സിങ്ക് ആവുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ബാക്കി നട്ട്സും ബോൾട്ടും സ്ക്രൂ ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. പിന്നീട് നമ്മൾ ഊരിയെടുത്ത അതേ സ്റ്റെപ്സ് തന്നെ വീണ്ടും റിവേഴ്സ് ഫോളോ ചെയ്യുക. ആദ്യമേ ക്ലാമ്പിലെ ഫ്രണ്ടിലെ കവർ ഫിക്സ് ചെയ്യുക, ക്ലാമ്പ് ടൈറ്റ് ചെയ്യുക, എയർ ഫിൽറ്റർ വയ്ക്കുക. അതിൻ്റെ ക്ലാമ്പ് 2 സൈഡിലുണ്ട്. ക്ലാമ്പ് നമ്മൾ പഴയ ക്ലാമ്പ് തന്നെ യൂസ് ചെയ്യണം. അത് പഴയ ഇതിൽ നിന്ന് ഊരിയെടുത്തിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്. ആ ക്ലാമ്പ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ എയർ ഫിൽറ്ററിൻ്റെ ബോക്സിൻ്റെ ആ കവറിങ് കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയർ ഫിൽറ്റർ ബോക്സ് Hyundai i20 പെട്രോളിൻ്റെ റീപ്ലേസ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. ഇതാണ് ഞാൻ പറഞ്ഞ ക്ലിപ്പ്. നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ മുകളിൽ വരുന്ന ആ ബോക്സ് ലോക്ക് ചെയ്യുന്ന ക്ലിപ്പാണ്. ഇത് പഴയ ഇതിൽ നിന്ന് തന്നെ റീയൂസ് ചെയ്യണം. ഒന്നെങ്കിൽ നേരത്തെ ഫിക്സ് അതിൻ്റെ അകത്ത് വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഊരിയെടുത്ത് ഇടാം, അല്ലെങ്കിലും കുഴപ്പമില്ല. വെച്ചതിന് ശേഷം അത് ഊരിയെടുത്തിട്ട് ജസ്റ്റ് ക്ലിപ്പ് ഓൺ ആണ്. നമ്മൾ ഇതിങ്ങനെ വലിച്ച് അവിടെ ഒരു ട്രാക്ക് ഉണ്ട്, അതിലേക്ക് വലിച്ചു കയറ്റിയിട്ട് പൊക്കി കഴിയുമ്പോൾ ഒരു ടക്കുന്നൊരു സൗണ്ട് കേൾക്കും. അപ്പോൾ അത് ലോക്കായി. ഇതുപോലെ തന്നെ രണ്ടാമതൊരു ക്ലാമ്പും കൂടി ഉണ്ട്, അത് ഫ്രണ്ട് സൈഡിലായിട്ട് വരും ഈ ഭാഗത്ത്. അതും കൂടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് 98% കംപ്ലീറ്റ് ആയി. ഇനി നമ്മളത് ജസ്റ്റ് ക്ലാമ്പ് ചെയ്ത് ബോക്സ് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഉപയോഗിച്ച ടൂൾസ് അതെല്ലാം എൻജിൻ ബേയിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഫിക്സ് ചെയ്ത എല്ലാ കണക്ഷൻസും നമ്മുടെ ക്ലാമ്പ് വെച്ച എല്ലാ സ്ഥലത്തും ഒന്ന് പിടിച്ച് വലിച്ചു നോക്കുക, എല്ലാം കറക്റ്റായിട്ടാണോ ഫിക്സ് ആയിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാം.